എഴുത്തുകാരനും ചിന്തകനും സാഹിത്യവിമർശകനും അധ്യാപകനുമായ പ്രൊഫസർ എം.കെ. സാനു 98 അന്തരിച്ചു. എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഇന്ന് രാവിലെ 9 മണി മുതൽ 10 മണിവരെ വീട്ടിൽ പൊതുദർശനമുണ്ടാവും. രാവിലെ 10 മുതൽ എറണാകുളം ടൗൺഹാളിലായിരിക്കും പൊതുദർശനം. വൈകിട്ട് 5-ന് രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം. സിറ്റി വോയ്സിന് പ്രിയങ്കരനായിരുന്ന സാനുമാഷിന് ടീം സിറ്റി വോയ്സിന്റെ ആദരാഞ്ജലികൾ. ആലപ്പുഴ ജില്ലയിലെ തൊമ്പൂളിയിൽ 1928 ഒക്ടോബർ 27-ന് എം.സി. കേശവന്റെയും കെ.പി. ഭവാനിയുടെയും മകനായി ജനിച്ച എം.കെ. സാനു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് 1ാം റാങ്കോടെ മലയാളത്തിൽ എം.എ. ബിരുദം നേടി. കൊല്ലം ശ്രീനാരായണ കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച എം.കെ. സാനു 1983-ൽ അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചു. 1986-ൽ പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി. കോൺഗ്രസ് നേതാവ് എ.എൽ. ജേക്കബിനെ പരാജയപ്പെടുത്തി 1987-ൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. പ്രൊഫസർ എം.കെ. സാനുവിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ശാന്തമെങ്കിലും ഉറച്ച ശബ്ദമായിരുന്നു സാനുമാഷെന്ന് പിണറായി വിജയൻ ഓർമ്മിച്ചു. കേരള സമൂഹത്തിനാകെയും പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വിശേഷിച്ചും നികത്താനാകാത്ത നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാടിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. കെ.എസ്.ഇ.ബി. ലൈനിൽ നിന്നുള്ള വൈദ്യുതി നേരിട്ടോ അല്ലാതെയോ വൈദ്യുതി വേലികളിലേക്ക് പ്രവഹിപ്പിക്കാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. വന്യജീവി ആക്രമണത്തെ ചെറുക്കാൻ വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നതിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള പ്രത്യേക അനുമതി ആവശ്യമാണ്. വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റുകഴിഞ്ഞ 2 കൊല്ലത്തിനിടെ 24 പേർ മരിച്ച സാഹചര്യത്തിലാണ് പ്രത്യേക നിർദ്ദേശം. ഡോക്ടർ ഹാരിസിനെ വേട്ടയാടുകയാണെന്ന ആരോപണം തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിശദീകരണം തേടിയത് വേട്ടയാടലല്ല എന്നും സ്വാഭാവിക നടപടിയാണെന്നും ആവർത്തിക്കുകയാണ് വീണ ജോർജ്. ഉപകരണങ്ങൾ കാണാതായിട്ടുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും വിദഗ്ധ സമിതിയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും മന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിൽ പ്രതികരിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാക്കിയ ജുഡീഷ്യറിക്കും പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും നന്ദിയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇത് സന്തോഷത്തിന്റെ ദിവസമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിൽ പ്രതികരിച്ച് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് അദ്ദേഹം നന്ദി പറഞ്ഞു. വൈകിയാണെങ്കിലും നീതി ലഭിച്ചു എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചുവെന്നും കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു. നിരപരാധികളായ കന്യാസ്ത്രീകളെ ജയിലിലടച്ചെന്നും കേട്ടുകേൾവിയില്ലാത്ത കാര്യമെന്നും അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് മദർ ജനറൽ ഇസബൽ ഫ്രാൻസിസ് പറഞ്ഞു. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ചിന്തയിൽ പോലുമില്ലെന്നും മദർ ജനറൽ കൂട്ടിച്ചേർത്തു. മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തിയെന്ന കുറ്റം വ്യാജമായി ചുമത്തി കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കണമെന്ന് എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. ബി.ജെ.പി. ഭരണകൂടം വലിയ ക്രൂരതയാണ് കന്യാസ്ത്രീകളോടും ക്രൈസ്തവ സമൂഹത്തോടും കാട്ടിയതെന്നും സഹോദരിമാർക്ക് ജാമ്യം ലഭിച്ചത് സന്തോഷാർഹമാണെന്നും രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളുടെ പ്രാർത്ഥന ഫലം കണ്ടതും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമാ നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന് വിട. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ആലുവ സെൻട്രൽ ജുമ്മ മസ്ജിദിലായിരുന്നു ഘടബടക്കം. കണ്ണീരോടെ സിനിമാ ലോകവും ബന്ധുക്കളും നവാസിന് വിട നൽകി. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് അന്വേഷണത്തിൽ നിർണായക കണ്ടെത്തലുകൾ. ഇന്നലെ കീഴടങ്ങിയ വിനീതയുടെയും രാധാകുമാരിയുടെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇക്കാര്യം പോലീസ് വ്യക്തമാക്കിയത്. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നും 40 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ നിർണായക തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. താൽക്കാലിക വി.സി. നിയമനവുമായി ബന്ധപ്പെട്ട് കടുത്ത തർക്കങ്ങൾക്കിടയിലും രാജ്ഭവനിലെ വിരുന്നു സൽക്കാരത്തിന് 15 ലക്ഷം രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ചു സർക്കാർ. സ്വാതന്ത്ര്യദിനോടനുബന്ധിച്ച് ഗവർണർ രാജ്ഭവനിൽ ഒരുക്കുന്ന അറ്റ്-ഹോം വിരുന്നിനായി 15 ലക്ഷം രൂപ അനുവദിച്ചു. വയനാട്ടിൽ പാസ്റ്റർക്കെതിരെ സംഘപരിവാർ പ്രവർത്തകരുടെ ഭീഷണി. ഹിന്ദു വീടുകളിൽ കയറിയാൽ കാൽ വെട്ടുമെന്നാണ് ഭീഷണി. പാസ്റ്ററുടെ വാഹനം തടഞ്ഞ് ബത്തേരി ടൗണിൽ വച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. ഏപ്രിലിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. സംഭവം അന്വേഷിച്ചിരുന്നു എന്നും പരാതിയില്ലെന്ന് അറിയിച്ചതിനാൽ കേസെടുത്തിട്ടില്ല എന്നും ബത്തേരി പോലീസ് പറയുന്നു. മലപ്പുറം മഞ്ചേരിയിൽ ഡ്രൈവറുടെ മുഖത്തടിച്ച കേസിൽ പോലീസുകാരനെതിരെ കൂടുതൽ നടപടി. സംഭവത്തിൽ നൌഷാദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വാഹന പരിശോധനയ്ക്കിടെ ഇയാൾ ഡ്രൈവറുടെ മുഖത്തടിക്കുകയായിരുന്നു. അടിയേറ്റ് ജാഫർ എന്നയാൾ എസ്.പിക്ക് നേരിട്ട് പരാതി നൽകിയതോടെയാണ് നടപടി.
മലയാള സിനിമാ നിർമ്മാണത്തിന് പുതിയ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ ആദ്യ സെഷനിൽ പരാതി പറഞ്ഞ നടി അൻസിബ ഹസൻ. കോൺക്ലേവിൽ സംസാരിച്ച ആരും അമ്മ സംഘടനയെ പരാമർശിക്കുന്നില്ലെന്നാണ് അൻസിബ പറഞ്ഞത്. എല്ലാവരും പറയുന്നത് WCCയെക്കുറിച്ചും ഫെഫ്കയെക്കുറിച്ചും മാത്രമാണെന്നും അൻസിബ പറഞ്ഞു. ഉത്തർപ്രദേശിലെ ബരേലിയിൽ യുവാവിനെ കാട്ടിൽ അവശനായി കണ്ടെത്തിയ സംഭവത്തിൽ ട്വിസ്റ്റ്. ഭർത്താവിനെ കൊല്ലാൻ ഭാര്യയും സഹോദരന്മാരും ചേർന്ന് കൊട്ടേഷൻ നൽകിയതാണെന്നാണ് കണ്ടെത്തൽ. ബരേലിയിൽ ഇസത് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന രാജീവ് എന്നയാളെയാണ് കൈകാലുകൾ ഒടിഞ്ഞ നിലയിൽ കാട്ടിൽ കണ്ടെത്തിയത്. ഝാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രിയും JMN പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ ഷിബു സോരൻ 81 അതീവ ഗുരുതരാവസ്ഥയിൽ. കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡൽഹിയിലെ ശ്രീ ഗംഗാരാം ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം നിലവിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. ബലാത്സംഗ കേസിൽ JDS മുൻ MP പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവ്. 47-കാരിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് ശിക്ഷാവിധി. 5 ലക്ഷം രൂപ പിഴയൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയുടേതാണ് വിധി. ബലാത്സംഗ കേസിൽ ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട JDS മുൻ MP പ്രജ്വൽ രേവണ്ണ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. പ്രജ്വലിന്റെ പിതാവ് HD രേവണ്ണയും കോടതിയിലെത്തിയിരുന്നു. ശിക്ഷാവിധിക്ക് മുൻപേ പരമാവധി കുറവ് ശിക്ഷ മാത്രം തരണമെന്നാണ് കോടതിയോട് പ്രജ്വൽ അപേക്ഷിച്ചത്. പരാതിക്കാരിയെ പ്രോസിക്യൂഷൻ നിർബന്ധിപ്പിച്ച് ഹാജരാക്കിയതാണെന്നും അന്തിമവാദത്തിനിടെ പ്രജ്വൽ കോടതിയിൽ പറഞ്ഞു. ബംഗ്ലാദേശ് മോഡൽ ശാന്ത പോൾ വ്യാജരേഖകളുമായി കൊൽക്കത്തയിൽ പിടിയിലായി. വ്യാജരേഖകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ താമസിച്ചതിനാണ് അറസ്റ്റ്. ഒരു എയർലൈൻ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്നു ശാന്ത പോൾ എന്ന് പോലീസ് പറഞ്ഞു. റേഷൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID, പാൻ കാർഡ് എന്നിവയുൾപ്പെടെ നിരവധി ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകൾ ഇവർ വ്യാജമായി നിർമ്മിച്ചത് പ്രാദേശികമായി ലഭിച്ച സഹായത്തോടെയാണെന്ന് പോലീസ് പറഞ്ഞതായി വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. ജമ്മു കാശ്മീരിൽ ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. കുൽഗാം ജില്ലയിലാണ് ഏറ്റുമുട്ടൽ. 2 ഭീകരർ ഇതിനോടകം കൊല്ലപ്പെട്ടതായാണ് സൈന്യം പുറത്തുവിടുന്നത്. ഇവരാരൊക്കെയെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. വ്യോമസേനാ താവളത്തിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ചയാളെ വെടിവെച്ചു വീഴ്ത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ. അരിസോണയ്ക്ക് സമീപത്തെ ടാക്സണിലെ ഡേവിസ് മോന്താൻ വ്യോമസേനാ താവളത്തിലാണ് സൈനികനല്ലാത്തൊരാൾക്ക് വെടിയേറ്റത്. പുലർച്ചെ 2:30ഓടെയാണ് സാധാരണക്കാരനായ ഒരാൾ വ്യോമസേനാ താവളത്തിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയത്. ലോക സമ്പദ്വ്യവസ്ഥ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് ഊന്നൽ നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് കയറ്റി അയക്കുന്ന ചരക്കുകൾക്ക് 25% തീരുവയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ പിഴച്ചുങ്കവും ചുമത്താനുമുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. കോടതികൾ വ്യവഹാരികൾക്കുള്ളതാണെന്നും അഭിഭാഷകർക്കല്ല എന്നും സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ആന്ധ്രാപ്രദേശിലെ ഒരു ജില്ലാ കോടതി മാറ്റിസ്ഥാപിക്കുന്നത് ചോദ്യം ചെയ്ത് ഒരു അഭിഭാഷകൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരം ഒരു നിരീക്ഷണം നടത്തിയത്. വനിതാ ചെസ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ താരം ദിവ്യ ദേശ്മുഖിന് 3 കോടി രൂപ പാരിതോഷികം നൽകി മഹാരാഷ്ട്ര സർക്കാർ. നാഗ്പൂരിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസാണ് പാരിതോഷികം കൈമാറിയത്. തടവിലാക്കപ്പെട്ട ബന്ദികളെ ഉടനെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിലെ ആക്രമണം തുടരുമെന്നും അതിനു പിന്നെ ഒരിടവേളയുണ്ടാകില്ലെന്നും ഇസ്രയേൽ. ബന്ദികളെ വിട്ടയക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ ചർച്ചയ്ക്ക് കളമൊരുക്കവെയാണ് ഇസ്രയേൽ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീറിന്റെ പ്രസ്താവന. അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് കമ്പനികൾക്കെതിരായ 3000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പു കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. 68.2 കോടി രൂപയുടെ വ്യാജ ഗ്യാരണ്ടികൾ സമർപ്പിച്ചതിന് ഒഡീഷ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ കസ്റ്റഡിയിലെടുത്തതായി ED വൃത്തങ്ങൾ അറിയിച്ചു. റിലയൻസ് പവറിനു വേണ്ടിയാണ് ഈ ഗ്യാരണ്ടികൾ ക്രമീകരിച്ചതെന്നും ED വ്യക്തമാക്കി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയ കരടു വോട്ടർ പട്ടികയിൽ തന്നെ പേരില്ലെന്ന് രാഷ്ട്രീയ ജനതാദൾ നേതാവും ബീഹാർ പ്രതിപക്ഷ നേതാവുമായ തേജസ് യാദവ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കിയൽ പ്രക്രിയയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരടു വോട്ടർ പട്ടികയിൽ തന്റെ പേരില്ലെന്നാണ് തേജസ് യാദവിന്റെ ആരോപണം. എന്നാൽ തേജസ് യാദവിന്റെ വാദം തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തേജസ് യാദവിന്റെ പേര്, ഫോട്ടോ, മറ്റു വിവരങ്ങൾ എന്നിവയുൾപ്പെടുന്ന കരടു വോട്ടർ പട്ടികയുടെ പകർപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. 2008 മലേഗാവ് സ്ഫോടന കേസ് അന്വേഷണത്തിനിടെ തന്നെക്കൊണ്ട് നിർബന്ധിച്ച് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ പേര് പറയിപ്പിക്കാൻ ശ്രമിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തതായി മുൻ BJP MP പ്രജ്ഞ സിംഗ് ഠാക്കൂർ NIA വിശദ കോടതിയിൽ അറിയിച്ചു. നരേന്ദ്രമോദി, യോഗി ആദിത്യനാഥ്, RSS മേധാവി മോഹൻ ഭാഗവത് എന്നിവരുടെ പേരുകളാണ് പറയാൻ തന്നെ നിർബന്ധിച്ചതെന്ന് കേസിൽ കുറ്റവിമുക്തയായ പ്രജ്ഞ സിംഗ് പറഞ്ഞു.
ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നിൽ പാകിസ്ഥാൻ തന്നെയോ എന്ന് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ ഇതിന് യാതൊരു തെളിവുമില്ലെന്നും ഇന്ത്യയിൽ നിന്നുള്ള സർവകക്ഷി പ്രതിനിധി സംഘം സന്ദർശിച്ച 33 രാജ്യങ്ങളിലൊന്നും ഇതിനെ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ ഏജൻസിയായ IANS-നോടാണ് മണിശങ്കർ അയ്യർ ഇക്കാര്യം പറഞ്ഞത്. അയ്യരുടെ പ്രസ്താവന വൻ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. അമേരിക്കൻ ആണവ അന്തർവാഹിനികൾ അനുയോജ്യമായ മേഖലകളിലേക്ക് വിന്യസിക്കുമെന്ന ട്രംപിന്റെ പരാമർശത്തോട് പ്രതികരിച്ച റഷ്യ, അമേരിക്കൻ അന്തർവാഹിനികളെ നേരിടാൻ ആവശ്യമായ റഷ്യൻ ആണവ അന്തർവാഹിനികൾ ആഴക്കടലിലുണ്ടെന്നാണ് റഷ്യൻ പാർലമെന്റിലെ മുതിർന്ന നേതാവായ വിക്ടർ വോഡോലാറ്റ്സ്കൈ പ്രതികരിച്ചത്. വിദ്രമീയദേവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ റഷ്യക്കെടുത്തായി 2 ആണവ അന്തർവാഹിനി കപ്പലുകൾ വിന്യസിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. ഇന്ത്യ-ഇംഗ്ലണ്ട് 5ാം ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. 374 റൺസ് വിജയലക്ഷ്യവുമായി 2ാം ഇന്നിംഗ്സിന് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 3ാം ദിനം കഴി നിർത്തുമ്പോൾ 50-1 എന്ന നിലയിലാണ്. 2-75 എന്ന നിലയിൽ 3ാം ദിനം ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ 396 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. 118 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളിന്റെയും 66 റൺസ് എടുത്ത നൈറ്റ് വാച്ച്മാൻ ആകാശ് ദീപിന്റെയും 53 റൺസ് വീതമെടുത്ത രവീന്ദ്ര ജഡേജയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും ഇന്നിംഗ്സുകളാണ് ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. 2 ദിവസം കളിശേഷിക്കെ ഇന്ത്യയ്ക്ക് വേണ്ടത് 9 വിക്കറ്റും ഇംഗ്ലണ്ടിന് വേണ്ടത് 32 റൺസുമാണ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ മത്സരക്രമം ഔദ്യോഗികമായി പുറത്തുവിട്ട ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ. ഇന്ത്യ-പാകിസ്ഥാൻ മത്സരത്തിന് മാറ്റമില്ല. സെപ്റ്റംബർ 14 ദുബൈയിലാണ് ഇന്ത്യ-പാകിസ്ഥാൻ മത്സരം. അടുത്ത വർഷം T20 ലോകകപ്പ് നടക്കുന്നതിനാൽ ഇത്തവണ T20 ഫോർമാറ്റിലാണ് ടൂർണമെന്റ്. ഇന്ത്യ ഉൾപ്പെടെ 8 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക. ഇന്ത്യ, പാകിസ്ഥാൻ എന്നിവർക്ക് പുറമെ ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, UAE, ഒമാൻ, ഹോങ്കോങ് എന്നീ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക. ജൂലൈ മാസത്തിലെ കേന്ദ്ര GST വരുമാനത്തിൽ വർധനവ്. ചരക്ക് സേവന നികുതിയിൽ നിന്നുള്ള മൊത്തം വരുമാനം ജൂലൈയിൽ 1.96 കോടി രൂപയായി വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം ജൂലൈയിലെ കളക്ഷനേക്കാൾ 7.5% കൂടുതലാണിത്. 2025 ജൂണിലെ കളക്ഷനേക്കാൾ 6% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. GST സംവിധാനത്തിന് കീഴിലുള്ള റീഫണ്ടുകൾ കഴിഞ്ഞ വർഷം ജൂലൈയിലേത് അപേക്ഷിച്ച് 2025 ജൂലൈയിൽ ഏകദേശം 67% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 27,147 കോടി രൂപയാണ് ജൂലൈയിൽ റീഫണ്ടുകളായി അനുവദിച്ചിരിക്കുന്നത്. റീഫണ്ടുകൾ കഴിച്ചുള്ള സർക്കാരിന്റെ മൊത്തം GST വരുമാനം 1.7 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ശേഖരിച്ച തുകയേക്കാൾ 1.7% കൂടുതലാണിത്. 2025 ജൂലൈയിലെ മൊത്തം ആഭ്യന്തര GST വരുമാനം 1.43 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ജൂലൈയിലേക്കാൾ 6.7% കൂടുതലാണിത്. ഇറക്കുമതി GST വരുമാനം മുൻവർഷത്തേക്കാൾ 9.7% വർദ്ധിച്ച് 52,701 കോടി രൂപയിലെത്തി. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ സിനിമയായിരുന്നു നടിഗാർ. ലാൽ ജൂനിയറിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രത്തിൽ നായക കഥാപാത്രമായി എത്തിയത് ടൊവിനോ തോമസ് ആയിരുന്നു. ഇപ്പോഴിതാ റിലീസ് ചെയ്ത 1 വർഷത്തിനിപ്പുറം നടിഗാർ OTT-യിലെത്താൻ ഒരുങ്ങുകയാണ്. സൈന പ്ലേക്കാണ് നടിഗാർ സ്ട്രീമിംഗ് ചെയ്യാനുള്ള അവകാശം. ഓഗസ്റ്റ് 8 മുതൽ ടൊവിനോ തോമസ് ചിത്രം OTT-യിൽ കാണാം. റിലീസ് ചെയ്ത് 15 മാസത്തിന് ശേഷമാണ് നടിഗാർ ഇപ്പോൾ OTT-യിലെത്തുന്നതെന്നതും ശ്രദ്ധേയമാണ്. ടൊവിനോ തോമസിനൊപ്പം ഭാവനയാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഇരുവരും ഒന്നിച്ച ആദ്യ ചിത്രവും കൂടിയാണ് നടിഗാർ. ദിവ്യ പിള്ളൈ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ തുടങ്ങിയവരും മറ്റു പ്രധാന വേഷത്തിലെത്തിയ ചിത്രം 2024 തിയേറ്ററുകളിലെത്തിയത്. ലോകേഷ് കനകരാജ് രജനികാന്ത് ചിത്രം കൂലിക്ക് A സർട്ടിഫിക്കറ്റ്. സിനിമയിലെ കടുത്ത വയലൻസ് രംഗങ്ങളാണ് A സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡിനെ പ്രേരിപ്പിച്ചത്. 2 മണിക്കൂർ 48 മിനിറ്റാണ് കൂലി സിനിമയുടെ ദൈർഘ്യം. രജനിയുടെ സിനിമകളിൽ ഏറ്റവും അധികം വയലൻസ് ഉള്ള സിനിമയാകും കൂലി. നാഗാർജുനെ അവതരിപ്പിക്കുന്ന വില്ലൻ കഥാപാത്രത്തിനും നിരവധി വയലൻസ് രംഗങ്ങളുണ്ട്. ദേവ എന്ന കഥാപാത്രമായാണ് കൂലിയിൽ രജനി എത്തുന്നത്. ഓഗസ്റ്റ് 14 ചിത്രത്തിന്റെ റിലീസ്. ആമിർ ഖാൻ, നാഗാർജുന, ഉപേന്ദ്ര തുടങ്ങിയ സൂപ്പർ താരങ്ങളും എത്തുന്നു. ആമിർ അതിഥി വേഷത്തിലാകും ചിത്രത്തിലെത്തുക. ശ്രുതി ഹൗസിനാണ് നായിക. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ഒരു പീരിയഡ് ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി. 38 വർഷത്തിന് ശേഷം സത്യരാജും രജനികാന്തും ഒന്നിച്ചെത്തുന്ന ചിത്രവും കൂടിയാണ് കൂലി. ചെക്ക് വാഹന ബ്രാൻഡായ സ്കോഡ ഇന്ത്യ ഓഗസ്റ്റ് മാസത്തിൽ തങ്ങളുടെ ആഡംബര കുഷാക് SUV-യുടെ വില 20,000 രൂപ വരെ വർദ്ധിപ്പിച്ചു. എന്നാൽ ആരംഭ വിലയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പ്രാരംഭ എക്സ്-ഷോറൂം 10.99 ലക്ഷം രൂപയായി നിലനിർത്തി. സ്കോഡ കുഷാക്കിൽ 1.0 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ലഭ്യമാണ്. ഈ എഞ്ചിൻ 115 bhp പവറും 178 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമാണ്. ഇതിൽ കാണുന്ന 15 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ 150 bhp പവറും 250 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇതിന് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷൻ ഉണ്ട്. ക്ലാസിക്, ഒണിക്സ്, സിഗ്നേച്ചർ, സ്പോർട്ട് ലൈൻ, മോണ്ടെ കാർലോ, പ്രസ്റ്റീജ് എന്നീ 6 ട്രിമുകൾ അപ്ഡേറ്റഡ് കുഷാക് ലൈനപ്പ് വരുന്നത്. അതേസമയം സ്കോഡ കുഷാക് ക്ലാസിക് ബേസ് മോഡൽ വിലയ്ക്ക് 10,000 രൂപയുടെ നേരിയ വർധനവ് ലഭിച്ചു. ഇപ്പോൾ അതിന്റെ വില 10.99 ലക്ഷം രൂപയായി നിലനിർത്തി. എൻഡോസൾഫാൻ, വയനാട്ട് കുല്ലവൻ തെയ്യവും ന്യായം,
ആന സംരക്ഷണം, അശാസ്ത്രീയമായ പാത നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിൽ മാതൃഭൂമി ആയുഷപത്രികയിലൂടെ പ്രശസ്ത പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകൻ ഇ ഉണ്ണികൃഷ്ണൻ നടത്തിയ സംവാദങ്ങളുടെയും പ്രതികരണങ്ങളുടെയും സമാഹാരം. കേരളത്തിന്റെ പാരിസ്ഥിതിക മനോഭാവത്തെ തന്നെ ആഴത്തിൽ സ്വാധീനിച്ച ലേഖനങ്ങൾ. കേരളത്തിന്റെ പാരിസ്ഥിതിക ചിന്താമണ്ഡലങ്ങളിൽ ചർച്ചാവിഷയമായ ലേഖനങ്ങളുടെ സമാഹാരം. രാജപാതയുടെ ഭൂമിജാതകം, ഇ ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി, വില 204 രൂപ.